രാവിലെ എണീറ്റ് വന്നപ്പോഴേക്കും അവൽ നനച്ചതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. ഞാനാണെങ്കിൽ അവലിൻ്റെ കൂടെ കട്ടൻ കാപ്പിയും കൂടെ കുടിക്കുന്നൊരു പതിവുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നലെ ഞാൻ 2 കെട്ട് വിറക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് വെട്ടിക്കീറാൻ വെളിയിറങ്ങിയപ്പോൾ ഒരു പച്ച തേങ്ങ കിട്ടി. അത് വെച്ചിട്ട് ഞാൻ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുന്നൊരു വീഡിയോ ഉണ്ട്, എല്ലാവരും കാണണം. വിഷുവിനാണ് അമ്മ അവസാനമായിട്ട് വിറകടുപ്പ് കത്തിച്ചത്. ഒരുപാട് കറികളൊക്കെ വെക്കേണ്ടപ്പോൾ മാത്രമേ വിറകടുപ്പ് ഇവിടെ കത്തിക്കലുള്ളൂ. അമ്മ കൂടുതലും ഇപ്പോൾ ഇൻഡക്ഷനും ഗ്യാസും തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓണത്തിന് ഗ്യാസ് മുതലാവത്തില്ല, അതുകൊണ്ട് അടുപ്പിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഞാൻ പുകച്ചെടുത്തു. വിറകൊന്ന് ചൂടാക്കുകയും ചെയ്തു. അമ്മാവൻ്റെ അവിടെ നിന്ന് അമ്മ കുറച്ച് ചെടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നടാനായിട്ട് ഞാൻ മേടിച്ച് വെച്ചിട്ടുള്ള കുറച്ച് ചട്ടിക്കൊക്കെ ഓട്ടയിടുകയാണ് കേട്ടോ. നമ്മൾ സാധാരണ വാടക വീട്ടിൽ ചെടിയൊന്നും കിളിപ്പിക്കാറില്ല. ഇപ്പോൾ നമ്മൾ പുതിയ നമ്മുടെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തീർന്നാൽ ഈ ചെടിയെല്ലാം അങ്ങോട്ട് കൊണ്ടുപോകണം. അതിനാണ് ഇപ്പോഴേ ഒരുക്കുന്നത്. ചെടിച്ചട്ടി ഓട്ടയിട്ട് കഴിഞ്ഞപ്പോൾ ആണ്ടടാ മഴ. പിന്നെ മഴ കുറയുന്നത് വരെ കാത്തിരുന്നു. മഴ തോർന്നപ്പോൾ ഞങ്ങൾ വീണ്ടും പണിയാനായിട്ട് ഇറങ്ങി. ചാണകപ്പൊടിയും മണ്ണും മണലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെടിച്ചട്ടി നിറയ്ക്കുന്നത്. കൃഷിയും ഗാർഡനിങ്ങും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് സ്വന്തമായിട്ട് സ്ഥലമില്ലാഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇത്ര നാളും ഇങ്ങനെയൊന്നും ചെയ്യാതിരുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ വീട് സ്ഥലമാകുമ്പം ഇതിൽ കൂടുതൽ വീഡിയോകൾ പ്രതീക്ഷിച്ചോളൂ. അമ്മയും കൂടെ എൻ്റെ കൂടെ അങ്ങ് കൂടി കുറച്ച് മണ്ണ് വെട്ടിത്തരാനും കുറച്ച് ചട്ടികളൊക്കെ നിറയ്ക്കാനും ഒക്കെ അമ്മ എന്നെ സഹായിക്കുകയും ചെയ്തായിരുന്നു. തൊട്ടപ്പുറത്തുള്ളൊരു വല്യമ്മച്ചിയുടെ വീട്ടിൽ നിന്ന് കട്ട് പറിച്ചുകൊണ്ട് വന്ന മഞ്ഞ റോസയാണത്. പിന്നെ ചെത്തി, അതുപോലെ തന്നെ ചെമ്പരത്തി, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കളേഴ്സാണ് ചെമ്പരത്തിയൊക്കെ. പിന്നെ മഞ്ഞപ്പൂ കണ്ടോ, ഈ മഞ്ഞപ്പൂ അമ്മയ്ക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാന്നും പറഞ്ഞ് പറിച്ചുകൊണ്ട് വന്നതാണ്. എന്നും മഴയുള്ളതുകൊണ്ട് നമ്മൾ എന്നും വെള്ളം ഒഴിക്കുകയും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, തന്നെ വളർന്നോളും. പണിയാൻ തുടങ്ങിയ ഒരു 1.5 പണിയാണ്. അമ്മയും കൂടെ കൂടിയപ്പോഴേക്കും വീഡിയോ എടുക്കാനുള്ള എൻ്റെ ഉന്മേഷവും അങ്ങോട്ട് കൂടി. വേറെ ചില ആൾക്കാരും ഞങ്ങളുടെ കൂടെ അങ്ങ് ഇറങ്ങിയതാ. എൻ്റെ പട്ടിക്കുട്ടി കയറി സുന്ദരിപ്പെണ്ണി ഇരിപ്പുണ്ടായിരുന്നു. വിളിച്ചിട്ട് പുള്ളിക്കാരി ഇറങ്ങി വന്നില്ല, അവിടെ എന്തോ സീനുണ്ട്. അതുമാത്രമല്ല മകനും ഫോളോ ചെയ്ത് കൂടെ വന്നിട്ടുണ്ട്. ഇതൊരു പാവമാണ് കേട്ടോ, എൻ്റെ കുഞ്ഞ് വെറും പാവം പിടിച്ച കുഞ്ഞാണ്, ചില സമയത്ത് ചെറ്റയാണ്. പറമ്പി വേസ്റ്റ് കളയാൻ പോയ അമ്മയുടെ ബഹളം കേട്ട് ചെന്ന് നോക്കുമ്പോഴാണ് സംഭവം. നമ്മുടെ കപ്പളത്തേലും പ്ലാവയിലും ഒക്കെ ആയിട്ട് ഈ നെയ്ക്കുമ്പളങ്ങയുടെ ചെടി കയറിയിട്ടുണ്ടായിരുന്നു. അതിൽ 2 കുഞ്ഞു കുമ്പളങ്ങ ഉണ്ടായി. ആ കുഞ്ഞു കുമ്പളങ്ങേനെ എൻ്റെ അമ്മ ഓമനിക്കുന്നതാണ് ഞാൻ ആ കേട്ട ശബ്ദം. എന്നാ അമ്മേ, കുഞ്ഞു കുമ്പളങ്ങ കണ്ടാൽ പോലും എൻ്റെ അമ്മ വിടില്ല, കുഞ്ഞുങ്ങളാണെന്ന് ഓർത്ത് ഓമനിക്കും. പെട്ടെന്ന് സന്ധ്യ മയങ്ങി തുടങ്ങിയായിരുന്നു. ഇനി കുളിക്കണം, വിളക്ക് കത്തിക്കണം. ഇങ്ങനത്തെ വീഡിയോ ഒക്കെ എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോ കാണുന്നുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുവരേക്കും ബൈ.